5 തലമുറകളായി നിങ്ങൾക്കൊപ്പം PRS ഹോസ്പിറ്റൽ. എടി, നീ അമ്മയാണോ പെണ്ണാണോ? നിനക്കാരാണ് BEdന്റെ ഡിഗ്രി തന്നത്? നിനക്ക് എന്താണ് അവിടെ പഠിപ്പിച്ച് വിടുന്നത്? നീ എങ്ങനെയാണ് ഒരു സ്ത്രീയായത്? ലോകത്തിലെ ഈ ഭൂമിയിലെ സകല സ്ത്രീകൾക്ക് നീ അപമാനമല്ലേ? ഇതൊന്നും എൻ്റെ ചോദ്യമല്ല. ഇന്നലെ മുതൽ സാറ്റലൈറ്റ് ചാനലുകളിൽ വാർത്ത വന്നതനുസരിച്ച്, വിവിധ ചാനലുകളിൽ വാർത്തകൾ വന്നതനുസരിച്ച് സോഷ്യൽ മീഡിയയിലെ ഹാൻഡിലുകളിൽ, പ്രത്യേകിച്ച് ഫേസ്ബുക്ക്, ഇൻസ്റ്റഗ്രാം, വാട്സാപ്പ് ഹാൻഡിലുകളിൽ നമ്മുടെ കേരളത്തിൻ്റെ മക്കൾ ചോദിക്കുന്ന ചോദ്യങ്ങളാണ്. ഇതൊന്നും എൻ്റെ ചോദ്യമല്ല. എത്ര മോശമായിട്ടാണ് ആ ഒരു സ്ത്രീ, ഒരു വനിത, ഒരു ടീച്ചർ പ്രവർത്തിച്ചിരിക്കുന്നത്. ഞാൻ പറഞ്ഞു വരുന്നത് കിളിമാനൂരിലെ രാജാ രവിവർമ്മ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ചന്ദ്രലേഖ എന്ന് പറയുന്ന ടീച്ചറിനെ കുറിച്ചാണ്. ഞാനും ആ ടീച്ചർ ആ സ്കൂളിൽ പോയിട്ടുള്ള ആളാണ്. അപ്പോൾ ഞാൻ ക്ലാസ് എടുക്കാൻ പോയിട്ടുണ്ട്. അവിടെ കുട്ടികൾക്ക് മോട്ടിവേഷൻ ക്ലാസ് എടുക്കാൻ പോയിട്ടുണ്ട്. കിളിമാനൂരിലിരിക്കുന്ന വളരെ മനോഹരമായ ഒരു ക്യാമ്പസാണ്. അവിടെ ടീച്ചർമാർ തമ്മിൽ, സാറന്മാർ തമ്മിലും നുണയും കുണ്ടണിയും വിഴക്കും ഈഗോയും കോംപ്ലക്സും ആയിട്ട് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അത് കുശുമ്പ്, കുന്നായ്മ, അതിപ്പോൾ സ്കൂളിലൊക്കെ ഉള്ളൊരു വലിയ പ്രശ്നമാണ്. കോളേജിലും ഉണ്ട്, എന്തെങ്കിലും സ്കൂളിലും വളരെ വലുതാണ്. ഏതെങ്കിലും ടീച്ചർ കാണാൻ കൊള്ളാം, സുന്ദരിയാണ്, അല്ലെങ്കിൽ സാറന്മാർ സൗന്ദര്യമുള്ള സൗന്ദര്യം ഞാൻ വേറെ അർത്ഥത്തിൽ പറഞ്ഞല്ല, എന്തെങ്കിലുമൊക്കെ സ്പെഷ്യാലിറ്റി ഉണ്ടെങ്കിൽ അവരെ പറയും വലിയ കാറുള്ളവർ, വലിയ പൈസയുള്ളവർ, അങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ സ്പെഷ്യാലിറ്റി, ചിലപ്പോൾ വെളുപ്പിനോടുള്ളൊരു ആഭിമുഖ്യം, അങ്ങനെ പല പല. പിന്നെ ജാതിയുണ്ട് കേട്ടോ, ജാതി ഇതിനകത്തൊരു വലിയ പ്രധാന ഘടകമാണ്. അപ്പോൾ ഇതെല്ലാം കൂടി ചേർത്തിട്ട് ആരാധനകൾ, പിന്നെ അതിൻ്റെ കൂട്ടായ്മകൾ, പിന്നെ നുണ, കുണ്ടണി, കുശുമ്പ്, കുന്നായ്മ, ഇതെല്ലാം വരുന്നൊരു സംവിധാനത്തിൻ്റെ ഭാഗമാണ് ഇതൊക്കെ. പ്രത്യേകിച്ച് സ്ത്രീകളൊക്കെ ധാരാളം പഠിപ്പിക്കുന്ന സ്കൂളാണ്. അവിടെ ഈ ചന്ദ്രലേഖ എന്ന് പറയുന്ന ടീച്ചർ, അവർക്ക് ഒരു എന്ത് സംഭവിച്ചു, സാറന്മാരുമായിട്ടുള്ള പ്രശ്നത്തിൽ ഒരു സാറിനെ കരുവാക്കിക്കൊണ്ട് അവിടുത്തെ ഒരു കുട്ടി, പ്രത്യേകിച്ച് ജന്നി ഒക്കെ വരുന്ന ഒരു കുഞ്ഞ്, ഒരു പാവപ്പെട്ട, വളരെ പാവപ്പെട്ട ഒരു വീട്ടിലെ കുട്ടി, പെൺകുട്ടി 4 മാസം ലീവ് എടുത്തു. അപ്പം 4 മാസം ലീവ് എടുത്തത് ഈ അധ്യാപകൻ, പുരുഷ സാറ് ഉപദ്രവിച്ചിട്ടാണ്, ലൈംഗികമായി പീഡിപ്പിച്ചിട്ടും ശല്യം ചെയ്തിട്ടുമാണെന്നൊക്കെ പറഞ്ഞ് അവരുടെ സോഷ്യൽ മീഡിയകളിലൊക്കെ വലിയ പ്രചരണം കൊടുത്തു. അപ്പോൾ നമ്മുടെ നാട്ടിൽ ഈ റീച്ച് കിട്ടട്ടെ എന്ന് വിചാരിച്ച് നടക്കുന്ന ഒരുപാട് ചാനലുകളുണ്ട്, ഓൺലൈൻ ചാനലുകളുണ്ട്. അതിലേതോ ഒരു ഓൺലൈൻ ചാനൽ, ഓൺലൈനിൽ എന്ന് പറയാൻ പറ്റില്ല, ഓഞ്ഞ ചാനൽ ഒരു ഈ വാർത്ത എടുത്ത് അടിച്ചു. ഇത് അവിടുത്തെ സോഷ്യൽ ഗ്രൂപ്പിലൊക്കെ പോയി. ആ പെൺകുട്ടി വലിയ മാനസിക സംഘർഷത്തിലാണ്. പണ്ട് നേരത്തെ ഈ മഞ്ഞ പത്രമൊക്കെ ഉണ്ടായിരുന്നു, മഞ്ഞ മാഗസിനൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിനകത്തൊക്കെ ഇതുപോലത്തെ ആവശ്യമില്ല, അത് വിറ്റ് പോകണം എന്നുള്ളത് കൊണ്ട് ഒരു ചെറിയ ആഡിയൻസും കൂടെ അത് വാങ്ങുന്നത് പോകും. അതുപോലെ ഈ ചില ഓൺലൈൻ ചാനലുകളും ഇതൊക്കെ വാർത്ത കൊണ്ടുവന്നു. വളരെ മോശമായി ആ പെൺകുട്ടിയുടെ ജീവിതം ഇല്ലാതാക്കാനാണ്. ടീച്ചറെ, നിങ്ങളെ ജോലിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്യുകയല്ല ചെയ്യേണ്ടത്, ഡിസ്മിസ് ചെയ്യണം. നിങ്ങളുടെ ആ ഡിഗ്രി, BEd ഡിഗ്രി തിരിച്ചെടുക്കണം യൂണിവേഴ്സിറ്റി. ഇനിയിപ്പോൾ പുതിയ നിയമ യൂണിവേഴ്സിറ്റികൾ ഉണ്ടാക്കണം. ഇങ്ങനെ അധ്യാപകരോ അല്ലെങ്കിൽ പിന്നെ സാറന്മാരോ ഒക്കെ കോളേജിലും സ്കൂളിലും പഠിപ്പിക്കുന്നവർ ഇതുപോലത്തെ പോപ്സെ കേസിലും കാര്യങ്ങളും വെച്ചാൽ അവരുടെ ഡിഗ്രി തിരിച്ചെടുക്കണം യൂണിവേഴ്സിറ്റി. ഒരു കാരണവശാലും ഇനി അവർക്ക് ഡിഗ്രി വെച്ച് അവർ ജോലി ചെയ്യരുത്. എന്താണ് കുടിപ്പക കാണിക്കുന്നത്? പെൺകുട്ടിയുടെ ജീവിതം വെച്ചിട്ടാണോ? പെൺകുട്ടികളെ നമ്മൾ മുട്ടിന് സ്ത്രീകളുടെ ശാക്തീകരണവും എന്തൊക്കെ പ്രോഗ്രാമാണ് നിങ്ങൾ അവിടെ ചെയ്യുന്നത്? ഞാൻ പറഞ്ഞല്ലോ, ആ സ്കൂളിൽ പെൺകുട്ടികളുടെ മോട്ടിവേഷന് വേണ്ടി ഞാൻ വന്ന് ക്ലാസ് എടുത്തിട്ടുള്ള ആളാണ്. എത്ര മനോഹരമായിട്ടാണ് ആ സ്കൂൾ നടക്കുന്നത്. മാത്രമല്ല, രാജാ രവിവർമ്മയുടെ പേരിലുള്ള സ്കൂളിലല്ലേ കിളിമാനൂർ എന്ന് പറഞ്ഞാൽ തന്നെ ലോകത്തിന്റെ ആളുകളുടെ നിറകയിൽ ഉടനെ അല്ലെങ്കിൽ അവരുടെ ചിന്തയിൽ വരുന്നത് രാജാ രവിവർമ്മയുടെ പേരല്ലേ. രവിവർമ്മ എന്നൊക്കെ പറഞ്ഞാൽ ആരാണ്? ഈ സ്ത്രീക്ക് ആരാ ജോലി കൊടുത്തത്? അവരെ പിരിച്ചുവിടണം. ഒരു കാരണവശാലും അവരെ പുറത്ത് കിടക്കണം, അവർ ജയിലിൽ കിടക്കണം. പോപ്സോ കേസ് എടുത്തിട്ട് വെറുതെ കേസെടുത്താൽ മാത്രം പോരാ, അവരെ ജയിലിൽ പിടിച്ചിടണം. അവർക്ക് മക്കളും കുടുംബമൊക്കെ ഉണ്ട്. എന്ത് തെമ്മാടിത്തരമാണ് കാണിക്കുന്നത്! പാവപ്പെട്ട പെൺകുട്ടികളുടെ ചിത്രങ്ങൾ ഉപയോഗിച്ച് അത് സാറന്മാരുമായിട്ട് ചേർത്ത് ലൈംഗിക അധിക്ഷേപ ചുവയുള്ള വാക്കുകളിലൂടെ സംസാരിച്ച് എന്താണ് കാണിക്കുന്നത്? ഇത്ര മോശമാണ്. അധ്യാപക സമൂഹത്തിന് തന്നെ മോശമല്ലേ? വിദ്യാർത്ഥി സമൂഹത്തിന് മോശമല്ലേ? എന്തായാലും ഭാഗ്യവശാൽ ശിവൻകുട്ടി ഇതൊക്കെ അറിഞ്ഞ് നമ്മുടെ മന്ത്രി, അദ്ദേഹത്തിന് അനാരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്, ആരോഗ്യത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് അദ്ദേഹത്തിന് എന്നാൽ പോലും അദ്ദേഹം ഇത്തരം കാര്യങ്ങളൊക്കെ വളരെ സീരിയസ് ആയി ശ്രദ്ധിക്കുന്നു. അതായത് വാർത്ത വന്നാൽ, ബ്രേക്കിംഗ് ന്യൂസ് വന്നാൽ ഉടൻ തന്നെ നടപടി എടുക്കുന്നു. അപ്പോൾ ഇന്നലെ പോലീസ് സ്റ്റേഷനിൽ വിളിച്ച് 2 മണിക്കൂർ ചോദ്യം ചെയ്തു, കേസെടുത്തു, പോപ്സോ കേസ് എടുത്തു എന്നാണ് അറിയുന്നത്. എത്ര മോശമാണ്, വികലമാണ് നമ്മുടെ സംവിധാനങ്ങൾ. സ്കൂളുകളിൽ, കോളേജുകളിലൊക്കെ അധ്യാപകരും മനസ്സിലാക്കേണ്ടത്, നിങ്ങൾ റോൾ മോഡലുകളാവേണ്ടവരാണ്. നിങ്ങളെ കണ്ടിട്ടല്ലേ നിങ്ങളുടെ മക്കൾ പഠിക്കേണ്ടത്, കുട്ടികൾ പഠിക്കേണ്ടത്. ഞങ്ങളെയൊക്കെ അധ്യാപകർ പഠിപ്പിച്ചിരുന്നു. അവരൊക്കെ ഞങ്ങളെ ഗുരുക്കന്മാരെന്നൊക്കപ്പുറം വലിയ ആദരവോടുകൂടി, ബഹുമാനത്തോടു കൂടിയാണ് ഞങ്ങൾ സ്കൂളിൽ ചെല്ലുമ്പോൾ ഒരു 1/2 കിലോമീറ്ററോ അല്ലെ 500 മീറ്ററോ 200 മീറ്ററോ അപ്പുറത്ത് വെച്ച് ടീച്ചറിനെയോ സാറിനെ കണ്ടാൽ പോലും ഞങ്ങൾ വിഷ് ചെയ്യും. അത്ര റെസ്പെക്റ്റ് ഉള്ളവരാണ്
നിങ്ങൾ വേറെ ജോലിക്ക് പോകണം, നിങ്ങൾ ഈ ഗുണ്ടാപ്പണിക്ക് പോകണം, വേറെ എന്തെങ്കിലും ജോലിക്ക് പോകണം. ഈ ചന്ദ്രലേഖമാരൊക്കെ എന്താ കാണിച്ചു കൂട്ടുന്നത്? ശുദ്ധമായ തോന്നിവാസമാണ് കാണിച്ചത്. ഇതിന് മറ്റൊരു വാക്ക് പറയാനില്ല. സോഷ്യൽ ഹാൻഡിലുകളിൽ നിങ്ങളെക്കുറിച്ച് പറയുന്നത് എന്തൊക്കെ പേരുകളാണ് പറയുന്നത്, ഞാൻ എൻ്റെ ഒരു ചാനൽ വഴി അത് പറയുന്നില്ല. എത്ര മോശമാണ് ഈ സംവിധാനങ്ങൾ. ഒരു കാരണവശാലും ഇതൊന്നും പ്രോത്സാഹിപ്പിക്കാൻ കഴിയുന്നതല്ല. ഉടൻ തന്നെ കേസ് എടുത്തിട്ടുണ്ട്, പോക്സോ കേസ് വന്നിട്ടുണ്ട്. ഇനി വേണ്ടത് അവരെ ജോലിയിൽ നിന്ന് അടിയന്തരമായി പിരിച്ചുവിടണം. അത് ഡിസ്മിസാണ് ചെയ്യേണ്ടത്, സസ്പെൻഷൻ ഒന്നുമല്ല. മൂന്നാമത് അവരുടെ ഡിഗ്രികൾ, ഇനി അവർ ഒരു സ്കൂളിലും പോയി ജോലി ചെയ്യേണ്ട, ട്യൂഷൻ എടുത്ത് വേണമെങ്കിൽ ജീവിച്ചോട്ടെ. അവരുടെ ഡിഗ്രികൾ യൂണിവേഴ്സിറ്റികൾ പിൻവലിക്കണം. ഒരു കാരണവശാലും ഇനി ഇത്തരം കാര്യങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ സമൂഹം ജാഗ്രത പാലിക്കണം.